യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. യെശയ്യായുടെ ദർശനത്തിൽ ടയറിനും സീദോനും എതിരെയായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് നമ്മൾ കാണുക. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, താർശീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ, എല്ലാം നശിച്ചു പോകുമെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് യെശയ്യാ പ്രവാചകനിൽ നമ്മൾ കാണുന്നത്. തുറമുഖം പോലും അവശേഷിക്കാതെ നശിച്ചു പോകും. അങ്ങനെയുള്ള ദർശനങ്ങളാണ് യെശയ്യാ പ്രവാചകൻ 23-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ അവസരത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം നമുക്ക് ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. ടയറിനും സീദോനും എതിരെ. ടയറിനെ കുറിച്ചുള്ള അരുളപ്പാട്, താർശീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ, ഭവനമോ തുറമുഖമോ അവശേഷിക്കാതെ ടയർ ശൂന്യമായിരിക്കുന്നു. സൈപ്രസ് ദേശത്തു നിന്ന് അവർ ഇത് അറിഞ്ഞു. തീരദേശവാസികളെ, കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീദോൻ വർത്തകരെ, നിശബ്ദരായിരിക്കുവിൻ. ഷിഹോറിലെ ധാന്യങ്ങൾ, നെൽപ്പാടത്തിലെ വിളവ് ആയിരുന്ന അവരുടെ വരുമാനം, നിങ്ങൾ അതുകൊണ്ട് ജനതകളുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോന്നു. സീദോനെ ലജ്ജിക്കുക, എന്തെന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു. സമുദ്രദുർഗം പറയുന്നു, ഞാൻ പ്രസവവേദന പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ യുവാക്കന്മാരെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല. ടീയറിനെ കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാകും. തീരദേശവാസികളെ, താർശീഷിലേക്ക് കടന്ന് വിലപിക്കുവിൻ. ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗരം? ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന് താവളം ഉറപ്പിച്ച നഗരം? രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടയറിന്റെ മേൽ ഭൂമിയിലെങ്ങും ആദരണീയരായ വർത്തക പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു. ടയറിന്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയത്? ഭൂമിയിലെ സർവമഹത്വത്തിന്റെയും അഹങ്കാരത്തെ നിന്ദിക്കാൻ, ഭൂമിയിലെ മഹാന്മാരെ അപമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത്. താർശീഷിന്റെ പുത്രി, നെൽത്തടത്തിൽ എന്ന പോലെ നീ കൃഷി ഇറക്കുക. തുറമുഖങ്ങൾ നശിച്ചുപോയി. അവിടുന്ന് സമുദ്രത്തിന്റെ മേൽ കരം നീട്ടി ജനങ്ങളെ വിറപ്പിച്ചു. കനാനിലെ ശക്തി ദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി. അവിടുന്ന് അരുളി ചെയ്തു, മർദ്ദിതരായ സീദോൻ കന്യകേ, നിന്റെ ആഹ്ലാദം അവസാനിച്ചു. എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക, അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല. കൽദായരുടെ ദേശം കണ്ടാലും ഇതാണ് ജനത, ഇത് അസീറിയ ആയിരുന്നില്ല. അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു. അവർ അവളെ നാശകൂമ്പാരമാക്കി. താർശീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ, നിങ്ങളുടെ ശക്തിദുർഗം ശൂന്യമായിരിക്കുന്നു. ഒരു രാജാവിൻ്റെ ജീവിതകാലമായ 70 വർഷത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും. ആ 70 വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും. വിസ്തൃതമായ സൈരണി വീണമീട്ടി നഗരത്തിന് പ്രതിഷ്ഠം വയ്ക്കുക, മധുര സംഗീതം പൊഴിക്കുക, ഗാനങ്ങൾ ആലപിക്കുക, നിന്നെ അവർ ഓർക്കട്ടെ. 70 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കും. അവൾ തൊഴിൽ പുനരാരംഭിക്കും. ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും. അവളുടെ വ്യാപാര ചരക്കുകളും സർവ്വ ആദായങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും. അവ സംഭരിക്കുകയോ പുകഴ്ത്തി വയ്ക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിന്റെ മുമ്പിൽ വ്യാപരിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മോടിയുള്ള വസ്ത്രവുമായി ഭവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, യെശയ്യാ പ്രവാചകന്റെ ദർശനമാണല്ലോ ടയറിലെ തുറമുഖം പൂർണ്ണമായി നശിപ്പിക്കും. അതുകൊണ്ട് കപ്പലുകൾ വിലപിക്കും. പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്ന ടയറിനോട് പറയുകയാണ് നെൽകൃഷി ചെയ്യുവാനായിട്ട്. കൃഷിയുടെ മാഹാത്മ്യവും ഈ വചനത്തിലൂടെ നൽകുന്നുണ്ടല്ലോ.
ഉന്നതിയിൽ നിൽക്കുന്ന പലതും നശിപ്പിക്കപ്പെടും, തകർന്നു പോകും. എളിമയുള്ളവരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എളിമയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ നയിക്കണമേ. എളിമയുള്ളവരും പ്രാർത്ഥനയുള്ളവരും കൃപാവരങ്ങൾ നിറഞ്ഞവരുമായി തീരട്ടെ. ദൈവമേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ അഭയം കണ്ടെത്തട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, മറിയത്തിൽ വന്ന് വസിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും വസിക്കണമേ. പുനരുദ്ധരിക്കപ്പെടണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. സ്നേഹമുള്ളവരെ, എല്ലാവരും ഈ വചനഭാഗം പല പ്രാവശ്യം കേൾക്കുക. വചനത്തിൽ വളർന്നു വരിക. വചനം നമ്മെ നയിക്കും. വചനത്താൽ നമ്മൾ നയിക്കപ്പെടട്ടെ. അതിനു വേണ്ടുന്ന കൃപാവരം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്നേഹപൂർവം, സണ്ണി പുൽപ്പറമ്പിൽ.